ഹായ്. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മോഹിനിയാട്ടവും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രസ്താവനകളും ഒക്കെ. അപ്പോൾ കലയിലും കഴിവിലും ഒരിക്കലും ലിംഗവ്യത്യാസമോ അതുപോലെ തന്നെ വർണ്ണവ്യത്യാസമോ ഇല്ല എന്നുള്ള സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ SSCയുമായിട്ട് ബന്ധപ്പെട്ട് മോഹിനിയാട്ടത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മോഹിനിയാട്ടവും അതുപോലെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡാൻസേഴ്സും അവർക്ക് കിട്ടിയ അവാർഡുകളും അവർക്ക് കിട്ടിയ അവാർഡുകൾ കിട്ടിയ വർഷവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് സ്ഥിരമായിട്ട് SSC ചോദിച്ച് വരാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് മോഹിനിയാട്ടം. അപ്പോൾ നമുക്ക് മോഹിനിയാട്ടത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പഠിക്കാം. അപ്പോൾ മോഹിനിയാട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, മോഹിനിയാട്ടം കേരളത്തിലെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് അല്ലേ. മോഹിനിയാട്ടം എവിടുത്തെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്? മോഹിനിയാട്ടം കേരളത്തിലെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. അതുപോലെ തന്നെ കേരളത്തിന് വേറൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ഉണ്ട് അല്ലേ. ഏതാണ് കേരളത്തിന് വേറൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോം? കഥകളി ഉണ്ട് അല്ലേ. കേരളത്തിന് വേറൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ഉണ്ട്, അതേതാണ്? കഥകളിയാണ് അല്ലേ. കേരളത്തിന് വേറൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ഉണ്ട്, കഥകളിയാണ്. അപ്പോൾ മോഹിനിയാട്ടവും കഥകളിയാണ് കേരളത്തിൻ്റെ രണ്ട് ക്ലാസിക്കൽ ഡാൻസ് ഫോമുകൾ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഹിനിയാട്ടവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡാൻസേഴ്സിനെയാണ്. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയ അവാർഡുകളും അവാർഡുകൾ കിട്ടിയ വർഷവും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. SSC സ്ഥിരമായി ചോദിച്ച് കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൃണാളിനി സാരാഭായിനെ കുറിച്ചാണ്. അവർ നല്ല മോഹിനിയാട്ടം ഡാൻസറാണ്, വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു ഡാൻസറുമാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്ന ഒരു പേരാണ് ഏത്? മൃണാളിനി സാരാഭായ്. അപ്പോൾ അവർക്ക് കിട്ടിയ അവാർഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് 1965 ഏത് അവാർഡാണ് ലഭിച്ചത്? പത്മശ്രീ. ശ്രദ്ധിക്കുക, 1965 അവർക്ക് ഏത് അവാർഡാണ് ലഭിച്ചത്? പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 1992 അവർക്ക് ഏത് അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അല്ലേ. ശ്രദ്ധിക്കുക, 1965 പത്മശ്രീ ഉണ്ട്, 1992 അതെന്താണ്? പത്മഭൂഷൺ ഉണ്ട്. ഇനി അതും കഴിഞ്ഞ് വരികയാണ് 1994 സംഗീത് നാടക അക്കാദമി ഫെലോഷിപ്പ് അല്ലേ. 1965 പത്മശ്രീ ഉണ്ട്, 1992 പത്മഭൂഷൺ ഉണ്ട്, 1994 സംഗീത് നാടക അക്കാദമി ഫെലോഷിപ്പ് ഉണ്ട്. ഇത് രണ്ടും 2 വർഷത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അത് 1965 പത്മശ്രീ, 1992 പത്മഭൂഷൺ ആൻഡ് 1994 എന്താണ്? സംഗീത് നാടക അക്കാദമി ഫെലോഷിപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് വരുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ തന്നിട്ട് അവരേത് കലയുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ അവാർഡ് ഏത് വർഷമാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ന വർഷത്തിൽ അവർക്ക് ഏത് അവാർഡ് ലഭിച്ചു എന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഏത്? ഈ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ആണെങ്കിലോ ഡാൻസ് ഫോംസോ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സോ ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം, കനക് റിലേ അല്ലേ. കനക് റിലേ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാൻസറാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ അവാർഡുകൾ നോക്കുകയാണെങ്കിൽ 1989 അവർക്ക് എന്താണ് ലഭിച്ചത്? പത്മശ്രീ ലഭിച്ചു. 1989 പത്മശ്രീ ലഭിച്ചു. 2013 എന്ത് ലഭിച്ചു? പത്മഭൂഷൺ ലഭിച്ചു. അപ്പോൾ 1989 പത്മശ്രീ ലഭിച്ചു, 2013 പത്മഭൂഷൺ ലഭിച്ചു. 1994 സംഗീത് നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. 1994 എന്താണ് ലഭിച്ചത്? സംഗീത് നാടക അക്കാദമി അവാർഡ് ലഭിച്ചു. 2006 കാളിദാസ് സമ്മാൻ ലഭിച്ചു. 1989 പത്മശ്രീ ലഭിച്ചു, 2013 പത്മഭൂഷൺ ലഭിച്ചു, 1994 സംഗീത അക്കാദമി അവാർഡ് ലഭിച്ചു, 2006 കാളിദാസ് സമ്മാൻ ലഭിച്ചു. നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? കനക് റിലേ കുറിച്ചാണ് സംസാരിക്കുന്നത്. 1989 പത്മശ്രീ, 2013 പത്മഭൂഷൺ, 1994 സംഗീത് നാടക അക്കാദമി അവാർഡ് ആൻഡ് 2006 കാളിദാസ് സമ്മാൻ. ഇനി അടുത്തത് നോക്കാം, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. നിങ്ങൾ സ്ഥിരമായിട്ട് SSCയിൽ കാണുന്ന ഒരു പേരായിരിക്കും ആരുടെ? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. വളരെയധികം ഫേമസ് ആണ്, മോഹിനിയാട്ടവുമായി റിലേറ്റഡ് ആയിട്ട് എപ്പോഴും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആര്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന്? റിലേറ്റഡ് ആയിട്ടുള്ളത് മോഹിനിയാട്ടവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇനി അടുത്തത് ജയപ്രഭ മേനോൻ. ജയപ്രഭ മേനോൻ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്? മോഹിനിയാട്ടവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അവർക്ക് ലഭിച്ച അവാർഡാണ് 2013 ദേവദാസി നാഷണൽ അവാർഡ്. ശ്രദ്ധിക്കുക, 2013 ദേവദാസി നാഷണൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ജയപ്രഭ മേനോൻ. ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? മോഹിനിയാട്ടവുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ പേരുകൾ പഠിക്കാം.
സ്മിത രാജ മോഹിനിയാട്ടവുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. മുകുന്ദ രാജ അല്ലേ, മുകുന്ദ രാജ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്? മോഹിനിയാട്ടവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ സുനന്ദ നായർ മോഹിനിയാട്ടവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഗോപിക വർമ്മ മോഹിനിയാട്ടവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ പല്ലവി കൃഷ്ണനും എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്? മോഹിനിയാട്ടവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഒന്നും കൂടെ പറയാം നമുക്ക്. സ്മിത രാജയുണ്ട്, മുകുന്ദ രാജയുണ്ട്, സുനന്ദ നായരുണ്ട്, ഗോപിക വർമ്മയുണ്ട്, പല്ലവി കൃഷ്ണനുണ്ട്. ഇവരെല്ലാവരും എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്? മോഹിനിയാട്ടവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച പേരുകളുമാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്. മോഹിനിയാട്ടം കേരളത്തിലെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. കേരളത്തിലെ വേറൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോം കൂടി ഉണ്ട്. അതെന്താണ്? കഥകളിയാണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കുറച്ച് ആർട്ടിസ്റ്റുകളെ പഠിച്ചല്ലേ? കുറച്ച് ആർട്ടിസ്റ്റുകളെ പഠിച്ചു. ആദ്യത്തെ ആളാണ് ആര്? മൃണാളിനി സാരാഭായ്. അവർക്ക് കിട്ടിയ അവാർഡുകൾ നമ്മൾ പഠിച്ചു. 1965 പത്മശ്രീയാണ്, 1992 പത്മഭൂഷണാണ്, 1994 സംഗീത് നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അവാർഡുകളാണ് ആർക്ക്? മൃണാളിനി സാരാഭായിക്ക്. ഒന്നുകൂടെ പറയാം. 1965 പത്മശ്രീ ഉണ്ട്, 1992 പത്മഭൂഷൺ ഉണ്ട്, 1994 സംഗീത് നാടക അക്കാദമി ഫെലോഷിപ്പ് ഉണ്ട്. അടുത്തത് കനകറിയിലേക്ക് ലഭിച്ച അവാർഡുകൾ നോക്കുകയാണെങ്കിൽ 1989 പത്മശ്രീ ഉണ്ട്, 2013 പത്മഭൂഷൺ ഉണ്ട്, 1994 സംഗീത് നാടക അക്കാദമി അവാർഡ് ഉണ്ട്, 2006 കാളിദാസ് സമ്മാൻ ഉണ്ട് അല്ലേ? 4 അവാർഡുകൾ നമ്മൾ പറയുന്നുണ്ട് കനകറിയിലേക്ക്. 1989 പത്മശ്രീ, 2013 പത്മഭൂഷൺ, 1994 സംഗീത് നാടക അക്കാദമി അവാർഡ് ആൻഡ് 2006 ഏതാണ്? കാളിദാസ് സമ്മാൻ. പിന്നെ വരുന്ന ആരാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ അല്ലേ? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. എപ്പോഴും നമ്മളോട് ചോദിക്കാറുമുണ്ട്. അപ്പോൾ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് ഫോം ഏതാണ്? മോഹിനിയാട്ടമാണ്. ഇനി അടുത്തത് ജയപ്രഭ മേനോൻ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? മോഹിനിയാട്ടവുമായിട്ട് റിലേറ്റഡ് ആണ്. 2013 ഏത് അവാർഡാണ് ലഭിച്ചത്? ദേവദാസി നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകൾ പഠിച്ചു. ആദ്യം പഠിച്ചതാണ് ഏത്? സ്മിത രാജ, പിന്നെ മുകുന്ദ രാജ, സുനന്ദ നായർ, ഗോപിക വർമ്മ, പല്ലവി കൃഷ്ണൻ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനുകളായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക്